അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 25 ശനിയാഴ്ച. അർജന്റീന ടീം നവംബറിൽ കേരളത്തിലെത്തില്ലെന്ന് സ്ഥിരീകരണം. മത്സരത്തിന്റെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഫിഫ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കുവാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ധാരണയായെന്നാണ് വിശദീകരണം. അടുത്ത വിൻഡോയിൽ കേരളത്തിൽ കളിക്കുമെന്നാണ് പറയുന്നത്. അർജന്റീന ടീം നവംബറിൽ കേരളത്തിലെത്തില്ലെന്ന് സ്പോൺസർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെയും കായിക മന്ത്രിയെയും പരിഹസിച്ച് നേതാവ് VD സതീശൻ. മെസ്സി ചതിച്ചാശാനെ എന്നായിരുന്നു സതീശന്റെ പരിഹാസം. താൻ ഇത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണെന്നും ഇനി മെസ്സി ചതിച്ചെന്ന് മന്ത്രി വന്ന് പറയട്ടെ എന്നും സതീശൻ പറഞ്ഞു. മെസ്സി വന്നാൽ നല്ല കാര്യമെന്നേ താൻ ഇപ്പോഴും പറയുള്ളൂവെന്ന് പറഞ്ഞ സതീശൻ മെസ്സി വരുന്നത് രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷയെന്ന് കായിക മന്ത്രി V അബ്ദുറഹിമാൻ. അതിനായുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും അർജന്റീന കേരളത്തേക്ക് വരുന്നതിനുള്ള വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അർജന്റീന ടീം ഇനി നവംബറിൽ വന്നില്ലെങ്കിൽ മറ്റൊരിക്കൽ വരുമെന്ന് പറഞ്ഞ മന്ത്രി നമ്മുടെ നാട്ടിലെ ചിലർ ഇമെയിൽ അയച്ച് അർജന്റീനയുടെ വരവ് മുടക്കാൻ നോക്കിയെന്നും ആരോപിച്ചു. മെസ്സിയെയും സംഘത്തെയും കൊണ്ടുവരാനെന്ന പേരിൽ കായിക മന്ത്രി അബ്ദുറഹിമാനും സംഘവും നടത്തിയ സ്പെയിൻ സന്ദർശനം എന്തിനായിരുന്നുവെന്ന് BJP നേതാവ് V മുരളീധരൻ. ഖജനാവിൽ നിന്ന് പൊടിച്ച 13 ലക്ഷത്തിന് ആര് സമാധാനം പറയുമെന്നും കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറും എല്ലാം സംഘമായി നടത്തിയത് വിനോദയാത്രയായിരുന്നോ എന്നും മുരളീധരൻ ചോദിച്ചു. മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെ PM ശ്രീ വിവാദത്തിൽ ഉലഞ്ഞ് LDF നേതൃത്വം. ഫണ്ടിനു വേണ്ടി നയം മാറ്റാനാകില്ലെന്ന് CPI ശക്തമായി വാദിക്കുമ്പോൾ എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന CPM വാദം അപ്രസക്തമാവുകയാണ്. ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് CPI ആവശ്യം. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് CPM തീരുമാനം. PM ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിന് പിന്നാലെ CPIയെ അനുനയിപ്പിക്കാൻ മന്ത്രി V ശിവൻകുട്ടി നേരിട്ടെത്തി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തി. PM ശ്രീയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്നും ആ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ കരാറിൽ സർക്കാർ ഒപ്പിട്ടത് അതീവ രഹസ്യമായെന്ന് വിവരം. കരാറിൽ ഒപ്പുവെക്കുന്ന കാര്യം CPM മന്ത്രിമാരും CPMന്റെ മുതിർന്ന നേതാക്കളും അറിഞ്ഞില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. CPM മന്ത്രിമാർ ഇക്കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. CPM നേതാക്കളെയും സർക്കാർ വിശ്വാസത്തിലെടുത്തില്ല. ഒരു കൂടിയാലോചനയും നടത്താതെയാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ സംഘടനകൾ. CPM BJP ഡീൽ ഉയർത്തിക്കാട്ടി KSU പ്രതിഷേധം ശക്തമാക്കും. തിങ്കളാഴ്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ വസതിയിലേക്ക് KSU നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇനിയെങ്കിലും CPI രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. ജന്മി കുടിയാൻ ബന്ധത്തിൽ നിന്നും അവർ മോചിതരാകണമെന്നും ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട മന്ത്രിസഭയിൽ CPI തുടർന്നാൽ അണികൾ ഒന്നൊന്നായി മുടിനാരുകൾ പോലെ കൊഴിഞ്ഞു പോകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. PM ശ്രീ പദ്ധതി വിവാദത്തിൽ ഇടതു ബുദ്ധിജീവികളുടെ മൗനത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് സംവിധായകൻ പ്രിയനന്ദൻ. ഭരണകൂടം വഴിതെറ്റുമ്പോൾ അതിനെ തിരുത്താൻ ധൈര്യം കാണിക്കാതെ രാഷ്ട്രീയ സൗകര്യങ്ങൾക്കായി മൗനം പാലിക്കുന്ന ബുദ്ധിജീവികൾ സ്വയം വാല് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് എണ്ണപ്പെടുന്നതെന്നും ബുദ്ധിജീവികൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരെന്നും പ്രിയനന്ദൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണം കണ്ടെടുത്ത് SIT. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം സ്വർണം വീണ്ടെടുത്തത്. 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പുളിമാത്ത് വീട്ടിൽ നിന്നാണ് സ്വർണ്ണ നാണയങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. 2 ലക്ഷത്തോളം രൂപയും കണ്ടെത്തി. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധമില്ലെന്ന് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ. വാതിൽപാളിയിൽ സ്വർണം പൂശി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പോറ്റി സമീപിച്ചതെന്നും ഗോവർദ്ധൻ പറഞ്ഞു. അയ്യപ്പ ഭക്തനായതിനാൽ താൻ സമ്മതിച്ചു. വിഷയത്തിൽ SIT കേരളത്തിലേക്ക് വിളിപ്പിച്ചിരുന്നുവെന്നും അറിയാവുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയെന്നും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ പറഞ്ഞു. SIT ബെല്ലാരിയിലെത്തിയ കാര്യവും ഗോവർദ്ധൻ സ്ഥിരീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ പങ്ക് SIT കണ്ടെത്തിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശബരിമലയോട് സർക്കാർ ചെയ്തത് ദ്രോഹമെന്നും മറ്റേതെങ്കിലും മതത്തിന്റെ പള്ളിയായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ BJPയുടെ രാപ്പകൽ ഉപരോധ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉന്നതരുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തുമെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJPയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ സംഘർഷം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഇരുവശത്തേക്കുമുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്കിടയിലേക്ക് ഒരു ഓട്ടോ കടന്നു വന്നതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകരുടെ ഓട്ടോ തടഞ്ഞു. പിന്നാലെ ഓട്ടോ ഡ്രൈവറും പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. സംസ്ഥാന കോൺഗ്രസിൽ സതീശനിസം അവസാനിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. താനും തന്റെ പാർട്ടിയും എന്ത് വില കൊടുത്തും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിക്കുമെന്നും UDFനൊപ്പം നിൽക്കാൻ ഒരു ഉപാധിയും വെക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം നിർദ്ദേശത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി PM ശ്രീ പദ്ധതിയിൽ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബർ മുതൽ തുടങ്ങുമെന്ന് റിപ്പോർട്ട്. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും SIR തുടങ്ങും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം SIR നടപ്പാക്കി തുടങ്ങുമെന്ന് നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. പട്ടിക പരിഷ്കരണത്തിനുള്ള ഷെഡ്യൂൾ ഉടൻ തയ്യാറാകും. അടുത്ത ദിവസങ്ങളിൽ സമയക്രമം പ്രഖ്യാപിക്കും. 2002 കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. കുണ്ടറ CPIയിൽ വൻ പൊട്ടിത്തെറി. വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് CPIയിൽ നിന്ന് രാജിവെച്ച നേതാക്കൾ ഉൾപ്പെടെ 325 പേർ ഉടൻ CPMൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPI സംസ്ഥാന നേതൃത്വത്തെ പോലും ധിക്കരിക്കുന്ന ജില്ലാ സെക്രട്ടറി PS സുബാലിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വിമതരുടെ നീക്കം. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ക്രിസ്മസ് പുതുവത്സരാഘോഷകാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക അനുവദിച്ചത്. ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി 250 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. വർഷങ്ങൾക്കു ശേഷം സർക്കാർ പരിപാടിയിൽ മുതിർന്ന CPM നേതാവ് G സുധാകരന്റെ പേരും ചിത്രവും. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച അമ്പലപ്പുഴ 4 ചിറ പാലം ഉദ്ഘാടനത്തിനായുള്ള പ്രോഗ്രാം നോട്ടീസിലാണ് G സുധാകരന്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 27 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 4 ചിറ പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിലാണ് G സുധാകരന്റെ പേരും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി സമർപ്പിച്ച 56 ഹർജികൾ സ്റ്റേറ്റ് ഡോഗ് വിക്ടിം കോമ്പൻസേഷൻ റെക്കമെൻഡേഷൻ കമ്മിറ്റി പരിഗണിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർപേഴ്സണായ കമ്മിറ്റിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ എന്നിവരാണ് അംഗങ്ങൾ. ജസ്റ്റിസ് സെരിഗജൻ കമ്മിറ്റി മുൻപാകെ നിലവിലുണ്ടായിരുന്ന ജില്ലയിലെ 283 ഹർജികൾ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ പരിഗണനയിലുണ്ട്. തൃശൂർ മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷന് സമീപം കാറിലെത്തിയ സംഘം ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന ആളിൽ നിന്ന് 75 ലക്ഷം രൂപ തട്ടിയെടുത്തു. എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പണമടങ്ങിയ ബാഗാണ് കവർന്നത്. ശനിയാഴ്ച പുലർച്ചെ 4:30 സംഭവം. സംഭവത്തിൽ ഒല്ലൂർ ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു.
വിദ്യാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെ പിന്തുണയ്ക്കുന്ന ഭരണകർത്താക്കൾ ചോദ്യം ചെയ്യപ്പെടണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് മുതൽ നടത്തിയ അവകാശ സംരക്ഷണ യാത്രയുടെ സമാപനം സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പരമാവധി 3 ടേം എന്ന നിബന്ധനയിൽ ഇളവ് നൽകാനുള്ള മുസ്ലിം ലീഗ് തീരുമാനത്തിൽ യൂത്ത് ലീഗിന് അമർഷം. 3 തവണ ജനപ്രതിനിധികളായിട്ടുണ്ടെങ്കിലും പ്രധാന നേതാക്കൾക്ക് അത്യാവശ്യമെങ്കിൽ 1 തവണ കൂടി ഇളവ് നൽകാമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ഇത് 2020 നടപ്പിലാക്കിയ തീരുമാനത്തിൽ വെള്ളം ചേർക്കലാണെന്നാണ് യൂത്ത് ലീഗിന്റെ വിമർശനം. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. മഹാരാഷ്ട്രയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പീഡനത്തിനിരയായ ആത്മഹത്യ ചെയ്ത വനിതാ ഡോക്ടറുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൈവെള്ളയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിന് പുറമെയാണ് ഡോക്ടർ എഴുതിവെച്ച 4 പേജുള്ള കുറിപ്പും കണ്ടെത്തിയത്. പോലീസ് സബ് ഇൻസ്പെക്ടറായ ഗോപാൽ ബദിനെ വിവിധ കേസുകളിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകാനായി നിർബന്ധിച്ചെന്നും എന്നാൽ ഇതിന് വിസമ്മതിച്ചപ്പോൾ ഉപദ്രവിച്ചെന്നുമാണ് കുറിപ്പിലെ ആരോപണം. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ബസിന് തീപിടിച്ച് 20 പേർ മരിച്ച സംഭവത്തിൽ അപകടമുണ്ടാക്കിയ ബൈക്ക് യാത്രികൻ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തൽ. അപകടത്തിന് തൊട്ടുമുൻപ് ഇയാൾ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 19 പേരും ബൈക്ക് യാത്രികനും മരിച്ചു. ജമ്മു കാശ്മീരിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ചില പാർട്ടികളിലെ MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. BJP 1 സീറ്റിൽ വിജയിക്കാൻ കാരണം ഈ കൂറുമാറ്റമാണെന്ന് ആരോപിച്ച ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസിൽ നിന്ന് ആരും കൂറുമാറിയില്ലെന്നും അവകാശപ്പെട്ടു. വെള്ളിയാഴ്ച നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലെ 4 രാജ്യസഭാ സീറ്റുകളിൽ 3 ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് നേടിയെങ്കിലും 1 സീറ്റിൽ BJP അപ്രതീക്ഷിത വിജയം നേടി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മാധ്യമപ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തി. ലക്ഷ്മി നാരായൺ സിംഗ് എന്ന പപ്പു സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. ഉത്തർപ്രദേശ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അശോക് സിംഗിന്റെ അനന്തരവനാണ് ഇദ്ദേഹം. പ്രയാഗ്രാജിലെ ഹോട്ടലിന് സമീപത്ത് വെച്ചാണ് പപ്പു സിംഗ് ആക്രമിക്കപ്പെട്ടത്. ബംഗളൂരുവിലെ യുവ ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൃതികയെ കൊലപ്പെടുത്തിയെന്ന് ഭർത്താവായ പ്രതി കാമുകിക്ക് അയച്ച വാട്സപ്പ് സന്ദേശം പോലീസ് വീണ്ടെടുത്തതായാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി കാമുകിക്ക് അയച്ച ശേഷം ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ വാട്സപ്പിൽ നിന്ന് പോലീസ് ഇത് കണ്ടെടുത്തതോടെ നിൽക്കക്കള്ളിയില്ലാതെ പ്രതി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. സിംഗപ്പൂരിലെ റാഫൽസ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ നഴ്സിനെ ലൈംഗികാതിക്രമ കേസിൽ കോടതി ശിക്ഷിച്ചു. എലിപെ ശിവനാഗു എന്നയാളാണ് ശിക്ഷിക്കപ്പെട്ടത്. 2 വർഷവും 2 മാസവും തടവ് ശിക്ഷയ്ക്ക് പുറമെ കരിമ്പിൻ തണ്ട് കൊണ്ട് 2 അടിയുമാണ് ശിക്ഷ. ലൈംഗികാതിക്രമം നടത്തിയെന്ന് സമ്മതിച്ച സാഹചര്യത്തിലാണ് ഇത്. റഷ്യൻ സൈന്യത്തിന് സഹായം നൽകിയെന്നാരോപിച്ച 3 ഇന്ത്യൻ കമ്പനികളടക്കം 45 കമ്പനികൾക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തി. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന 19ാം പാക്കേജിന്റെ ഭാഗമായാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. പുതിയ നൃത്തശാല പണിയാൻ വൈറ്റ് ഹൌസിന്റെ പ്രധാന ഭാഗം പൊളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിന്റെ കിഴക്കുഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഭാര്യമാർ ഉപയോഗിച്ചിരുന്ന പ്രശസ്തമായ കെട്ടിടമാണ് പൂർണ്ണമായും തകർത്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.